കഴിഞ്ഞ ദിവസം അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചിരുന്നു. കടലുണ്ടിപ്പുഴയിൽ കുളിച്ച ഒരു കുട്ടിക്കാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെ വീടുകളിൽ ക്ലോറിനേഷൻ നടത്തുകയും അതോടൊപ്പം കടലുണ്ടിപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അസുഖം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയുമാണ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിലാണ്. ഇവിടെ 18-ാം വാർഡിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്തെ വീടുകളിലെല്ലാം തന്നെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും മറ്റ് അതിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ആരോഗ്യവകുപ്പ് നടത്തുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ആശാ വർക്കേഴ്സ് എല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും അതുപോലെ മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. ഇപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നത് ചേച്ചി? ഞങ്ങൾ എല്ലാ വീടും കയറി ഇറങ്ങി ക്ലോറിനേഷൻ ചെയ്യാണ്. ഞങ്ങൾ 33 ആശമാര് വന്നിട്ട് ഓരോ സ്ക്വാഡായിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തെ ആയിട്ട് തിരിഞ്ഞതാണ്. 3 ആശമാരായിട്ട്. അപ്പൊ എല്ലാ വീടും ക്ലോറിനേഷൻ ചെയ്യുക. ഇന്ന് 18-ാം വാർഡ് മാത്രം. പുഴയിലും ക്ലീനിങ് നടത്തിയിട്ടുണ്ടാവും. പുഴയിൽ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കിന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. എങ്ങനെയാ ആശങ്കയുണ്ടോ ആൾക്കാരൊക്കെ? എന്താ വീട്ടിൽ ചികിത്സ പറയുന്നവരൊക്കെ? എല്ലാവരും നല്ല ആശങ്കയിലാണ്. കുട്ടി വെന്റിലേറ്ററിലാണ് ഉള്ളത്. ആ ഒരു ഇതിലാണ് എല്ലാവരും ഉള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം ആദ്യമായിട്ടാവൂലേ ഈ മേഖലയിലേക്ക്? ഇനിയിപ്പോ ഒരുപാട് വീടുകളിൽ പോകണ്ടെന്ന്? കൊറേ വീടിങ്ങും പോവാണ്ട്. ഇവിടെ അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്? നമ്മള് അവിടെ ഞങ്ങള് അവരോട് ഇപ്പൊ ചോദിക്കുന്നത് ആ പുഴയിൽ 2 ആഴ്ച മുന്നേ കുളിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽ വാങ്ങുന്നുണ്ട്. പിന്നെ ഓരോ വീട്ടിലും ചെന്നിട്ട് പനി, ഫീവർ, എന്തെങ്കിലും ഇങ്ങനെ ലക്ഷണങ്ങളുള്ള ആളുകളെ കണ്ടെത്തി പേരെഴുതി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അസുഖമുള്ളവരെ PHC വന്ന് കാണിക്കാൻ വേണ്ടി. 2 ആഴ്ച ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ ഈ സമയത്ത്? ആരൊക്കെ കുളിച്ചിട്ടുണ്ടാവും പറയാൻ പറ്റില്ല. സ്കൂള് അവധിയുള്ള കാലം കുട്ടി പല സ്ഥലത്തുനിന്നും വിരുന്ന് വന്ന് കുട്ടികളും ഉണ്ടാവും. ആരൊക്കെ കുളിച്ചെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. കടവടച്ചു അല്ലേ? കുളിക്കാൻ പാടില്ല നിർദ്ദേശം. ഇനിയിപ്പോ പോവാണ് അടുത്ത വീട്ടിലേക്ക്. ഞങ്ങൾ പോവാണ്. ഇവിടുന്ന് അടുത്തുള്ള വീട്ടിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കേൾക്കുമ്പോ എങ്ങനെന്താ തോന്നുന്നത്? ഞെട്ടലാണോ? എന്താ ഇങ്ങനെ ഒരു സംഭവം? ഇവിടൊക്കെ എല്ലാവർക്കും ഒരു പ്രതിധാന്തി ആയിരിക്കണം. ഈ ഒരു കടവില് കുട്ടികൾ കുളിക്കുന്നതല്ലേ? ഇഷ്ടംപോലെ കുട്ടികൾ കുളിക്കണം. എന്തെടുത്തിടക്കുണ്ട്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ആരൊക്കെ കുളിച്ചു എന്നറിയില്ല. ഒരു ആശങ്ക നടക്കാൻ പോകാനുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്തും പോയിട്ടില്ല. ഞാൻ പോയെന്ന് തൊട്ടിട്ട് 30 കൊല്ലായിരിക്കണം. ഇതിനു മുമ്പ് അങ്ങനത്തെ ഇതൊന്നും ഇവിടെ എവിടെയും ഉണ്ടായില്ല. ഇവര് പറയുന്നത് അമീബന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്നാണെങ്കിലും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചൂല്ലേ? ഇവിടെ ഇടക്കിടക്ക് വരലുണ്ട്. അതാണ് നിലവിൽ ഇവിടുത്തെ ഒരു സാഹചര്യം. ഓരോ വീടുകളിലും ആരോഗ്യവകുപ്പിലെ പ്രവർത്തകർ നേരിട്ട് ചെന്ന് അവിടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഈ പുഴയിൽ ആരെങ്കിലും കുളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അത്തരത്തിൽ നിതാന്ത ജാഗ്രതയിലാണ് മുന്നിയൂർ ഇപ്പോഴുള്ളത്. അഖിലോട്ട് വർഗൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കടലുണ്ടിപ്പുഴയുടെ വലിയ ഒഴുക്കില്ലാത്ത ആഴം കുറഞ്ഞ കളിയാട്ടമുക്കിലെ കടവിലാണ് ഈ കുട്ടികൾ കുളിച്ചത്. ഈ കടവിലും ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ആരും കുളിക്കരുതെന്ന് അധികൃതർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ആരെല്ലാം ഇവിടെ കുളിച്ചു എന്ന വിവരം ആരോഗ്യവകുപ്പ് തേടിക്കൊണ്ടിരിക്കുകയാണ്. CB അനുമോദ് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കൂടി കാണാം. ഞാൻ നിൽക്കുന്നത് മുന്നിയൂർ കളിയാട്ടമുക്ക് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ്. അതായത് അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ച കുട്ടി കുളിച്ച അതേ കടവിൽ. ഇവിടെയാണ് ആ കുട്ടി അവരും അവരുടെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ കുളിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1-ാം തീയതിയായിരുന്നു അവർ ഇവിടെ കുളിച്ചത്. പക്ഷേ അതിനുശേഷം 10 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് അസുഖങ്ങളുടെ ലക്ഷണം തുടങ്ങുന്നതും തുടർന്നാണ് ചികിത്സ തേടുന്നതും. പക്ഷേ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യം ഈ ഒരു കടലുണ്ടി പുഴയിൽ കുളിച്ചതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളത്. കാരണം സാധാരണ കുട്ടികളൊക്കെ തന്നെ സാധാരണ ആളുകളൊക്കെ തന്നെ കുളിക്കാൻ വരുന്ന കടവാണ്. ഇവിടെ വെള്ളം അത്ര അധികമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കും ആഴവും ഇല്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് കുളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആണ് ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇവിടേക്ക് ആരും കുളിക്കാൻ ഈ കടവിലേക്ക് ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശമുണ്ട്. ഇവിടെ മാത്രമല്ല ഇതിനോട് ചേർന്നുള്ള മറ്റ് കടവുകളിലും കുളിക്കാൻ വരാൻ പാടില്ലെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നെല്ലാം തന്നെ വെള്ളം ആരോഗ്യവകുപ്പ് ശേഖരിച്ച് പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു നാട് മുഴുവനായിട്ടും ഒരു ആശങ്കയിലാണ്. കാരണം സാധാരണ ഇത്തരത്തിലുള്ള അസുഖങ്ങളോ
അത്തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അസുഖം, അതും ഒരു കടലുണ്ടി പുഴയിൽ കുളിച്ചതിന് ശേഷം അവിടെ നിന്നും ഇത്തരത്തിലൊരു അസുഖം വന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ചിപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ മേഖലയിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ മുൻകരുതൽ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടുകളിൽ ആരെല്ലാം ഈ ദിവസങ്ങളിൽ ഇവിടെ കുളിച്ചു അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ മുൻകരുതൽ പ്രവർത്തനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളുമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇവിടെ പുരോഗമിക്കുന്നത്. ഈ ഒരു പരിസരത്തുള്ള, അതായത് കുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള രോഗലക്ഷണങ്ങളുള്ള 4 പേർ കൂടി ആശുപത്രിയിലാണ്. അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഈ പ്രദേശമുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തുടർ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കാനുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ പ്രദേശം ഒന്നാകെ. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.